യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് എപ്രാസമയെക്കുറിച്ചാണ്, വിശുദ്ധ എപ്രാസമയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം പുല്ലൂരാണ്. പുല്ലൂർ എപ്രാസമയെ തൊട്ട് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ചെറുപ്പം മുതൽക്ക് എപ്രാസമയുടെ ഒത്തിരി മഠത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒത്തിരി ചെറുപ്പം മുതൽക്ക് എപ്രാസമയുടെ ഭക്തിയിൽ വളർന്നൊരു വ്യക്തി എന്ന ലെവലിൽ എപ്രാസമയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എപ്രാസമയുടെ ജീവിതം ഒത്തിരി പുസ്തകങ്ങളിലൊക്കെ വായിക്കാനും പിന്നെ ആ മാതൃകയൊക്കെ പിൻചെല്ലാനൊക്കെ ഒത്തിരി ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി പ്രാവർത്തികമാക്കി ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ചൈതന്യമൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇന്ന് എപ്രാസമയെക്കുറിച്ചാണ്, വിശുദ്ധ എപ്രാസമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. എപ്രാസമ നിരന്തരമായ പ്രാർത്ഥന വഴി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഭൂമിയിൽ നിറവേറ്റിയ വ്യക്തിയാണ് എപ്രാസമ. ഞങ്ങൾ ഓരോരുത്തരെയും നിരന്തരമായ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയത്തും ദൈവത്തിൻ്റെ ആയിരിക്കുന്നത് ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗ പ്രവൃത്തിയും പരിഹാര പ്രവൃത്തിയും വഴി നമുക്ക് യേശുവിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ നീണ്ട മണിക്കൂറുകൾ എപ്രാസമ ചെലവഴിച്ചിരുന്നു. അതുപോലെ ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ നമുക്കും ഏകാന്തതയും മൗനവും വഴി യേശുവിൻ്റെ അടുക്കിലേക്ക് പ്രാർത്ഥനയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു മാതൃക നമുക്കും പിൻചെല്ലാം. അതുപോലെ എപ്രാസമയുടെ എന്തെങ്കിലും ചെറിയ നന്ദി, എന്തെങ്കിലും ഭാരങ്ങൾ എപ്രാസമയ്ക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മരിച്ചാലും മറക്കില്ല എന്ന എപ്രാസമയുടെ ആ ഒരു ആപ്തവാക്യം, അതങ്ങനെ നന്ദിയുള്ളൊരു വ്യക്തിയായിട്ട് എപ്രാസമ മറ്റുള്ളവരെല്ലാം ഇടപഴകി ഈശോയെ ഞങ്ങളെയും ഇങ്ങനെ മറ്റുള്ളവർക്ക് സ്നേഹവും അനുകമ്പയും ശുശ്രൂഷയും ചെയ്യാനും പ്രാർത്ഥനയിലെ അനുനിമിഷം വളരുവാനും പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗ പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും തപസ്സൊക്കെ ചെയ്തുകൊണ്ട് യേശുവിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞങ്ങളെയും അങ്ങ് അനുവദിക്കണമേ. ഈശോയെ അനുകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ഓരോ നിമിഷവും നിറവേറ്റുവാനും അങ്ങനെ യേശുവിൽ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും ഈ എപ്രാസമയുടെ മാതൃക പിൻചെല്ലുവാനും അങ്ങനെ എപ്രാസമയിൽ നിറഞ്ഞിരുന്ന ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ വിശുദ്ധിയിലേക്ക് എല്ലാവരെയും ഈശോ വിശുദ്ധിയിലേക്ക് അന്ന് വിളിച്ചിരിക്കുന്നുള്ള ബോധ്യത്തിൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന ബോധ്യത്തിൽ അത് ജീവിതത്തിൽ ഓരോ നിമിഷവും സ്നേഹത്തിൽ വളർന്നു വരുവാനും അങ്ങനെ സ്നേഹം വഴി നിങ്ങൾ യേശുവിൻ ശിഷ്യരാണെന്ന് ഈ സമൂഹം അറിയുന്ന എന്ന യേശുവിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയും ദൈവഹിതം നിറവേറ്റലും അങ്ങനെ നമുക്കും ഈശോ എപ്രാസമയെ പോലെ ഈശോയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്കും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വചനഭാഗത്തിലേക്ക് കിടക്കാം. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലെ കാട്ടൂർ എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും ഏറ്റവും മൂത്ത മകളായിട്ടാണ് റോസ 1877 ഒക്ടോബറിലാണ് ജനിച്ചത്. 3 സഹോദരന്മാരും ഒരു ചെറുപ്പത്തിൽ തന്നെ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഒരു സഹോദരിയുമാണ് എപ്രാസമയ്ക്കുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ മാംവീസ സ്വീകരണ സമയത്ത് റോസ എന്ന നാമമാണ് നൽകപ്പെട്ടത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഒക്കെ വിശുദ്ധിയിൽ പ്രാർത്ഥനയിലാണ് ആ ഭക്തിയുള്ള ഒരു ജീവിതമാണ് എപ്രാസമ
ബാല്യത്തിൽ തന്നെ അവളുടെ അമ്മ കൈപ്പിടിച്ച് നിർത്തിയത്. അമ്മിഞ്ഞ പാലിനൊപ്പം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ഭക്തിയിലും എല്ലാം ഉള്ള അമ്മ അവളെ വളർത്തി. ജയമാല ചൊല്ലാനായിട്ട് പഠിപ്പിച്ചതും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരാനായി കാരണമായ സാഹചര്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു. 9-ാം വയസ്സിൽ തന്നെ തൻ്റെ കന്യാത്വം യേശുവിനെ സമർപ്പിച്ചു. അങ്ങനെ ഒരു സന്യാസിയായിട്ട് ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് എപ്രാസമ്മ ഒത്തിരി ആഗ്രഹിച്ചു. എന്നാൽ എപ്രാസമ്മയുടെ അപ്പൻ ഷാഠ്യം പിടിച്ചുകൊണ്ട് ഒരിക്കലും കന്യാസ്ത്രീ മഠത്തിലേക്ക് വിടില്ലെന്ന് ഷാഠ്യം പിടിച്ചു. എപ്രാസമ്മ ആ സമയത്തെല്ലാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അപ്പൻ്റെ മുന്നിൽ തൻ്റെ ആഗ്രഹം പല പ്രാവശ്യം ഉണർത്തിച്ചപ്പോൾ അനുജത്തിയെ വേണമെങ്കിൽ കന്യാസമഠത്തിലേക്ക് പറഞ്ഞു വിടാമെന്ന് അപ്പൻ സമ്മതിച്ചു. അങ്ങനെ അനുജത്തിയും ഒരു മാരക രോഗത്തിന് അടിമയായി തീരുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ പിതാവിൽ ഒരു മാനസാന്തരം ഉണ്ടാവുകയും ദൈവഹിതമായിരിക്കുമെന്ന് കരുതി 12-ാമത്തെ വയസ്സിൽ തന്നെ ചാവറ പിതാവ് തുടങ്ങിയ പൂനമാവിലുള്ള ബോർഡിങ്ങിലേക്ക് എപ്രാസമ്മയെ കൊണ്ടു ചെന്നാക്കി. വളരെ താല്പര്യപൂർവ്വം സന്യാസ പരിശീലനത്തിലേക്ക് ചെന്ന റോസയ്ക്ക് വരയ്ക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. 10 വർഷക്കാലം പരിശീലന കാലഘട്ടത്തിലൂടെ കടന്നുപോയി. 2 പ്രാവശ്യം മാരകമായ രോഗങ്ങൾ ബാധിച്ച് എപ്രാസമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം രോഗം ഒത്തിരി മൂർജിക്കുകയും രോഗിലേപനം പോലും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ആ രോഗം അത്ഭുതപൂർവകരമായി സൗഖ്യപ്പെടുകയും തിരുകുടുംബത്തിൻ്റെ ദർശനത്തിലൂടെ ആ ദർശനത്തിൽ ദീർഘകാലം താൻ സന്യാസിയായി ജീവിച്ച് ഒത്തിരി സഹനങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമെന്നും എന്നുള്ള സ്വർഗീയമായ ഒരു ദർശനം എപ്രാസമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ 1897 ശിരോവസ്ത്രം സ്വീകരിക്കുന്ന റോസ എന്ന പേര് മാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ എപ്രാസി എന്ന പേര് പുതിയ നാമം സ്വീകരിക്കുകയും ചെയ്തു. 1898 ജനുവരി 10-ാം തീയതി കർമ്മലീറ്റ സഭാവസ്ത്രം സ്വീകരിച്ചു. പ്രാർത്ഥനയും പരിത്യാഗവും വഴിയും ദൈവസ്നേഹത്തിൽ മൂലമായ അവളുടെ സഹോദര സ്നേഹ കാരണം മറ്റുള്ളവരുടെ ചെറിയ ആവശ്യങ്ങൾ കൂടി സഹായിച്ചിരുന്നു. ഓരോ സഹായം സ്വീകരിക്കുമ്പോഴും അത് വാക്കുകളുടെ രൂപത്തിൽ നന്ദി പറയുകയും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന ഒരു വാക്യം പറയുകയും ചെയ്തുമായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നിരന്തരം ചെലവഴിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ് വിളിപ്പേര് എപ്രാസമ്മയ്ക്ക് ലഭിച്ചു.
ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥനയും പരിത്യാഗവും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു എപ്രാസമയുടേത്. ജപമാല ചൊല്ലുന്ന നിരന്തരമായി ജപമാല ചൊല്ലുന്ന ഒരു പതിവ് എപ്രാസമയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമം എപ്രാസമയ്ക്ക് ലഭിച്ചു. എപ്രാസം എപ്പോഴും ഉരുവുമായിരുന്നു. രക്ഷിതാവേ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. സ്വർഗരാജ്ഞിയെ, ഞാൻ അങ്ങേ പക്കൽ വന്നു ചേരുന്നത് വരെ എന്നെ കൈവെടിയരുതേ. 48 വർഷക്കാലം ഉള്ളൊരു മഠത്തിൽ തന്നെയാണ് എപ്രാസമ്മ താമസിച്ചിട്ടുള്ളത്. നോവിസ് മിസ്ട്രസ്, മഠാധിപത എന്നീ ഉത്തരവാദിത്തങ്ങളിൽ നിയോഗിക്കപ്പെട്ടിരുന്ന എപ്രാസമ്മ തൻ്റെ പ്രാർത്ഥനാ ജീവിതവും നിയമാനുഷ്ഠാനങ്ങളിൽ താല്പര്യവും ഉള്ള ഒരു ജീവിതമാണ് എപ്രാസമ്മ നയിച്ചിരുന്നത്. അങ്ങനെ 1952 ഓഗസ്റ്റ് 23 എപ്രാസമ്മ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഡിസംബർ 23 എപ്രാസമ്മയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 എപ്രാസമ്മയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രാർത്ഥിക്കുന്ന അമ്മ, ചലിക്കുന്ന സക്രാരി എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന അമ്മയുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന അത് പ്രവർത്തനം അനുഭവത്തിലേക്കും അത് ജീവിതത്തിലേക്കും എത്തിച്ചേർന്നപ്പോൾ അത് നിസ്വാർത്ഥമായി തീർന്നു. പ്രാർത്ഥനയെക്കുറിച്ച് എപ്രാസമ്മയുടെ ദർശനം ദിവ്യനാഥ സന്നിധിയിൽ നിറഞ്ഞൊഴുകുന്ന ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും സംഭാഷിച്ചും മണിക്കൂറോളം കടന്നു പോകുന്നത് എപ്രാസമ്മ അറിഞ്ഞിരുന്നില്ല. പ്രാർത്ഥന എപ്രാസമ്മയ്ക്ക് ജീവശ്വാസം പോലെയായിരുന്നു. എപ്രാസമ്മയുടെ ജീവിതം ദിവ്യകാരുണ്യനാഥൻ്റെ ഞാൻ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ദേവാലയത്തിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് ജയമാല ചൊല്ലിക്കൊണ്ട് അനേകായിരങ്ങൾക്ക് വേണ്ടിയും നെടുവീർപ്പുകൾ ഉയർത്തിക്കൊണ്ട് ഉള്ളൊരു പ്രാർത്ഥനാ ജീവിതമാണ് എപ്രാസമ്മ നയിച്ചിരുന്നത്. എളിമ നിറഞ്ഞ മനോഭാവത്തോടെ എപ്പോഴും വ്യാപരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്രാസമ്മ. തനിക്ക് ലഭിച്ച ആത്മീയമായ വരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ എപ്രാസമ്മ എപ്പോഴും വ്യാപൃതിയായിരുന്നു. സ്വന്തം തറവാട് സാമ്പത്തികമായിട്ട് നശിച്ച് എന്നുള്ള വാർത്ത പറഞ്ഞിരുന്ന ആങ്ങളോട് എപ്രാസമ്മ പറയുമായിരുന്നു, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ ഒരിക്കലും കുറവ് വരരുത് എന്നാണ് ഉപദേശം നൽകിയിരുന്നത്. സ്നേഹത്തിൻ്റെ നീളവും ആഴവും അനുഭവിച്ച് ദൈവികയുടെ പ്രസാദത്തിലാണ് പുഞ്ചിരിച്ചുകൊണ്ട് ആരാലും അറിയപ്പെടാതെ ഒരു വിശുദ്ധിയായി തീരണമെന്ന മോഹം ക്രൂശിത രൂപത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിരന്തരമായി ജയമാല ഉരുവിട്ടുകൊണ്ട് അമ്മയുടെ ജീവിതം
പ്രാർത്ഥനയും ദിവ്യകാരുനാഥനോടുമുള്ള നിരന്തരമായ ആ ഒരു സ്നേഹം, രാവും പകലുമുള്ള ജീവിതം പ്രാർത്ഥനയുടെ ചരടിൽ ആണ് കടത്തിവിട്ടിരുന്നത്. എപ്പോഴും ധ്യാനനഗ്നിയായും സക്രാരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കണ്ണു താഴ്ത്തിക്കൊണ്ട് ദൈവസ്നേഹം ഉളവാകുന്ന രീതിയിൽ വിനീതമായ രീതിയിലുള്ള ഒരു നടത്തമായിരുന്നു ഏപ്രാസമേത്. എപ്പോഴും പ്രസാദവരം നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ തെളിവ്, ദൈവസ്നേഹത്തിൽ തെളിഞ്ഞ് സന്തോഷിക്കുക, അവിടെ എല്ലാം ഉണ്ടെന്നാണ് ഏപ്രാസമ പറയുക. അനുദിന ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു ഏപ്രാസമ. ആരും അറിയാതെ വിശുദ്ധിയായി തീരാൻ ആഗ്രഹിച്ച് ഏപ്രാസമ ഇപ്പോൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രാർത്ഥനയുടെ പരിശുദ്ധത്വം നിറഞ്ഞ ഒരു അമ്മയായി തീർന്നു. അതേപോലെ നമുക്കും പ്രാർത്ഥനയുടെ വ്യക്തികളായിട്ട് തീരാം. ധാരാളം കുടുംബ പ്രശ്നങ്ങളിൽ പ്രാർത്ഥന വഴിയും മാർഗദർശന നിർദ്ദേശം വഴി കുടുംബങ്ങളെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രാസമയ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. ഈ പ്രാസമയത്തെ കണ്ണുകളിലൂടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആങ്ങളയുടെ മകളായ കൊച്ചുമേരിക്ക് വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള എഴുതിയ കത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഏപ്രാസമയുടെ ദർശനങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് ആ കത്തിലൂടെ വായിക്കാനായി സാധിക്കും. ലൂക്ക 19:9 നമുക്ക് സക്കവൂസിൻ്റെ ഭവനത്തെക്കുറിച്ച് ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു. കുടുംബമെന്നാൽ പ്രാർത്ഥനയിലെ ഒരു അഗ്നി നിരന്തരം ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദേവാലയമായിരിക്കണമെന്നാണ് പ്രാസമ പറയുന്നത്. പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന ദേവാലയം പ്രാർത്ഥന കുടുംബങ്ങളിൽ നിന്ന് എന്ന് അന്യമാവുന്നുവോ ആ വീട്ടിൽ വിളക്ക് കെട്ടുപോകുമെന്നാണ് ഈ പ്രാസമ പറയുന്നത്. നിരന്തരമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. സ്വന്തം അടുക്കൽ വരുന്നവരോട് അവരുടെ സ്വന്തം വീടിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ പ്രാസമ ആഹ്വാനം ചെയ്യാറ്. പ്രവൃത്തികളിലൂടെ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായി ഈ പ്രാസമ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് കുടുംബജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് വിശ്വാസവും ഹൃദയവുമായൊരു ദാമ്പത്യബന്ധം ഉണ്ടായിരിക്കണമെന്ന് ഈ പ്രാസമ കൊച്ചുമേരിക്ക് എഴുതിയ കത്തിൽ പറയുന്ന ഇതിലെ കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജ്ഞാനമുള്ള സുന്ദരമായ കത്താണ് കൊച്ചുമേരിക്ക് വിവാഹനാളിൽ ഈ പ്രാസമ എഴുതിയ കത്ത്. ദാമ്പത്യബന്ധം സുഹൃതമാകുന്നത് വിശുദ്ധിയായ ജീവിതം കുടുംബജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ പ്രാസമ ഉപദേശിക്കുന്നുണ്ട്. രണ്ടാമത് ഈ പ്രാസമ പറയുന്നത് കുടുംബത്തിലുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പന സുദൃഢമായവ അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണ് ആ മാതൃക നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. വാഗ്ദാനത്തോടു കൂടിയ ഏക കൽപ്പനയാണ്
ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. പുതിയ ഒരു ഭവനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 4 മാതാപിതാക്കളാണ് ഉണ്ടാവുന്നത്. ഭർത്താവിൻ്റെ മാതാപിതാക്കളും സ്വന്തം മാതാപിതാക്കളും. അവരെ ബഹുമാനിക്കുന്നത് നമ്മൾ അവരെ ശുശ്രൂഷിക്കുന്നതിലുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പല കുടുംബങ്ങളിലും ആവശ്യം കഴിഞ്ഞ ഒരു പഴയ പാത്രം പോലെയാണ് കുടുംബങ്ങളിൽ ഒരു ഒതുക്കി ഒരു മൂലയിലിടുന്ന സ്വഭാവമാണ് പല ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെ ഭവനത്തിലുള്ള അവരുടെ സ്ഥാനം. കുടുംബത്തിലാണ് പിന്നെ ദൈവവിളിയുടെ ഈറ്റില്ലം കുടുംബമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദൈവഹിതം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കാനായിട്ട് പരിശ്രമിക്കാം. വിശ്വാസവും പ്രേരിതത്വം ലഭിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രാവശ്യം നമുക്കെപ്പോഴും പറയുന്ന ഒരു ആപ്തവാക്യമാണ്, പണത്തേക്കാൾ പുണ്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഈ പ്രാവശ്യം സ്വന്തം ആങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് പണത്തിന് വേണ്ടി അമിത പ്രാധാന്യം കൊടുക്കുകയും ഈ കാലഘട്ടത്തിൽ പണം സമ്പാദിക്കാൻ ഏത് മാർഗത്തിലൂടെ ആയാലും സ്വീകരിക്കാനായിട്ട് മടിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ, സമ്പത്ത് തൂർത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുണ്യമാണ് അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്ന ഈ പ്രാസംഗിക വാക്കുകൾക്ക് നമുക്ക് ചെവി ഓർക്കാം. നമ്മൾ ഈ പ്രാസംഗികരികെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അമ്മ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് പണത്തേക്കാൾ കുടുംബത്തിലെ വിശ്വാസത്തിനും പുണ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ദൈവവിശ്വാസത്തിന് പ്രാധാന്യം കൊണ്ടുള്ള ഒരു ജീവിതശൈലിയും നമ്മുടെ കുടുംബങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രാസംഗം എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുക. കൈകളിൽ എപ്പോഴും ജയമാല ചലിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും എപ്പോഴും ദൈവഗീതം കണ്ടെത്തിയ ഈ പ്രാസമ്യ ദിവ്യകാരനാഥനെ സന്നിധിയിലേക്ക് നീണ്ട മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. ദേവപിതാവെ, അങ്ങേ തിരുഹിതം എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടത്തേന്ന ഒരു സുഹൃജപം എപ്പോഴും ഹൃദയത്തിൽ മന്ത്രമായി ഉരുവിട്ടിരുന്നു. എൻ്റെ ഹൃദയം അങ്ങേക്ക് മാത്രമായി കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറ്റണമേ. ദൈവസ്നേഹത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ജീവിതമായിരുന്നു. നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് യേശുവിലേക്ക് കണ്ണുനട്ടും കൊണ്ട് അമ്മോത്ഭവനാഥയുടെ മാതാവിൻ്റെ രൂപത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടുള്ള നീണ്ട മണിക്കൂർ ചെലവഴിക്കുന്ന, എപ്പോഴും ജയമാല ചൊല്ലുന്ന ജീവിതശൈലിയാണ് ഈ പ്രാസംഗിക്കുണ്ടായിരുന്നത്. എന്നും അതിരാവിലെ തന്നെ ഏറ്റവും ആദ്യം ദേവാലയത്തിലേക്ക് വരികയും രാത്രിയിലേറെ വൈകി ഏറ്റവും അവസാനം ദേവാലയത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ പ്രാസംഗ. എൻ്റെ ഏക ആശ്വാസം ഈശോ അടുക്കൽ വരുന്നതാണെന്ന് ഈ പ്രാസംഗം എപ്പോഴും പറയുമായിരുന്നു. ഈശോയുമായി ഒരു ആത്മബന്ധം പുലർത്താനായിട്ട് പ്രാസംഗിക്ക് എപ്പോഴും സാധിക്കുമായിരുന്നു. മരണത്തേക്കാൾ അഗാധമായിരുന്നു ഈശോയിലുള്ള ഈ പ്രാസംഗിക സ്നേഹം. എൻ്റെ ദിവ്യരക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളിൽ അങ്ങ് തിരസ്കൃതനാവുമ്പോൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസമാക്കണമേ എന്ന് ഈ പ്രാസംഗ സുഹൃജപം ചൊല്ലിക്കൊണ്ടിരുന്നു.
സ്ത്രീധനത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനയും പരിത്യാഗവും സമർപ്പണത്തിലൂടെ ആത്മീയ പിതാവായിരുന്ന മേനേച്ചേരി പിതാവിനെ കത്തുകൾ വഴി എഴുതിയ കത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തോട് ഒന്നായി തീരുക എന്നത് ജീവിത ലക്ഷ്യവും ആഗ്രഹവുമായിരുന്നു എബ്രാസമ്മയ്ക്ക്. സമർപ്പണ ജീവിതത്തിലൂടെ ഈശോയുമായുള്ള സ്നേഹത്തിൽ അനുദിനം വളരുകയും അവിടുത്തെ ഭാഗഭാഗത്വത്തിൽ പങ്കുപറ്റി ഒന്നായും തീരുകയും ആയിരുന്നു. എൻ്റെ തിരുമനസ് എപ്പോഴും ഈശോയുടെ തിരുമനസ്സിന് ഐക്യപ്പെട്ടായി തീരാനായിട്ട് എബ്രാസമ്മ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ദൈവമേ, അങ്ങേ തിരുവസ്തു എന്നിൽ എപ്പോൾ നിറവേറണമേ എന്ന് എപ്പോഴും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധാമ്മയുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു എബ്രാസമ്മയ്ക്ക്. ദേവജനിയായ പരിശുദ്ധ കന്യാമറിയത്തെ സ്ത്രീരോഗരാജ്ഞിയായി വാഴ്ത്തി സ്തുതിക്കട്ടെ എന്ന സുഹൃജപം എപ്പോഴും എബ്രാസമ്മ ഉരുവിട്ടുകൊണ്ടിരുന്നു. ദൈവനാഥനുമായിട്ടുള്ള ആത്മസല്ലാപം നടത്തിയതിനു വേണ്ടി ആത്മസല്ലാപം നടത്തുന്നതായിരുന്നു എബ്രാസമ്മയുടെ പ്രാർത്ഥനകൾ. ദിവ്യകാരണ സ്വീകരണം ആനന്ദത്തിൻ്റെ തീവ്രമായ വൈകാരിക അസാധാരണമായ നിമിഷമായി എബ്രാസമ്മയ്ക്ക് അനുഭവപ്പെട്ടു. എബ്രാസമ്മയുടെ മധ്യസ്ഥ ശക്തിയും ജീവിത മാതൃകയും നിരവധി വ്യക്തികൾക്ക് പ്രചോദനം നൽകിയിരുന്നു. എബ്രാസമ്മയുടെ ആത്മീയ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നത് മേനാച്ചേരി പിതാവായിരുന്നു. അൻസറിൻ്റെ കീഴിൽ എഴുതി അറിയിക്കാനായിട്ട് മേനാച്ചേരി പിതാവ് എബ്രാസമ്മ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 80 കത്തുകൾ എബ്രാസമ്മ മേനാച്ചേരി പിതാവിനെ ഒരു കുംസാരം രഹസ്യമെന്ന പോലെ എഴുതി അറിയിച്ചിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എബ്രാസമ്മ തൻ്റെ മുറിയിൽ അനുഭവിച്ചിരുന്ന മാലാഖമാരുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സഹായം തേടി വരുന്ന സാന്നിധ്യവും എപ്പോഴും എബ്രാസമ്മയുടെ മുറിയിൽ അനുഭവപ്പെട്ടിരുന്നു. എബ്രാസമ്മ അടുത്തേക്ക് പൈശാചിക ശക്തികൾ കോപത്തോടെ വന്ന് ആക്രമിക്കുന്ന അനേകം സംഭവങ്ങൾ എബ്രാസമ്മയുടെ കത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കത്തുകളും കീറിക്കളയണമെന്ന് ആരെയും കാണിക്കരുതെന്ന നിർദ്ദേശപ്രകാരമായിരുന്നു കത്തുകളെല്ലാം മേനാച്ചേരി പിതാവിന് എഴുതിയിരുന്നത്. പക്ഷേ ഒത്തിരി കത്തുകൾ അത് കേടാവാതെ ദൈവപ്രചോദനത്താൽ ആത്മീയ അനുഭവങ്ങളെ എബ്രാസമ്മയുടെ ലെറ്ററുകൾ പിതാവ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു. പിശാച് പ്രലോഭനായിട്ടാണ് പല വ്യക്തികളുടെ അടുത്തേക്കൊക്കെ വളരെ പ്രലോഭനായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ശാരീരികമായിട്ട് പോലും എബ്രാസമ്മയെ പൈശാചിക ശക്തികൾ ഉപദ്രവിച്ചിട്ടുണ്ടായിട്ട് ആ കത്തുകളിൽ കാണാൻ സാധിക്കും. യോബിൻ്റെ പുസ്തകത്തിൽ യോബിനെ പരീക്ഷിക്കാനായിട്ട് ദൈവം പിശാചിന് അനുവാദം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചില വ്യക്തികളെ ദൈവം അങ്ങനെ പിശാചിന് ആ വ്യക്തിയെ ആക്രമിക്കാനായിട്ട് അനുവാദം കൊടുക്കും. പക്ഷേ സ്വന്തം പരിശ്രമം കൊണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും തകർന്നു പോവുകയില്ലെന്ന് ഉറപ്പുള്ള വ്യക്തികളെ മാത്രമാണ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് യേശു വിട്ടുകൊടുക്കുകയുള്ളൂ. അങ്ങനെ യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ പരാജയപ്പെടുന്നത് അവനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുവഴിയും ദൈവമഹത്വം വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും വിശുദ്ധീകരണം നടക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ നരകപിശാചുകളെ എബ്രാസമ്മയുടെ സന്നിധിയിലേക്ക് തൻ്റെ കന്യാത്വത്തിനെതിരായ പ്രചോദനങ്ങൾ നൽകാൻ ശരീരത്തിൽ തൊട്ടുകൊണ്ട് പോലും മനുഷ്യരൂപത്തിൽ
വസ്ത്ര ഇല്ലാത്ത മനുഷ്യൻ്റെ രൂപത്തിൽ എബ്രാസമേടത്ത് വന്ന് പെരുമാറുകയും ഒരു മൃഗത്തോടെന്ന പോലെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എബ്രാസമേത് കത്തുകളിൽ നമുക്ക് വായിക്കാനായി സാധിക്കും. എബ്രാസമ ആ പരീക്ഷണത്തിലെല്ലാം വിജയിക്കുകയും അങ്ങനെ പിശാച് തോറ്റു പിന്മാറി പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ശരീരവും മനസ്സും ബുദ്ധിയും സ്വയം ആയി ഈശോയ്ക്ക് സമർപ്പിച്ച വ്യക്തികളാണ് ഓരോ സന്യാസിയും. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ശരീരവും മനസ്സും ശരീരവും എഴുതി കൊടുത്ത് വ്രതമെടുക്കുന്ന ഒരു വ്യക്തിയായ എബ്രാസമ ആ വ്യക്തിയിൽ ഈശോയ്ക്ക് എന്തു ചെയ്യാനുമുള്ള അധികാരം ആ വ്യക്തിക്ക് ഈശോയുടെ മേലുണ്ട്. സമർപ്പിതരായ വ്യക്തികളെ നിത്യവ്രതം എടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായി തൻ്റെ ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ദൈവത്തിന് വേണ്ടി വിട്ടുതരുന്നു എന്ന് എഴുതി കൊടുക്കുന്നതാണ് അവരുടെ ജീവിതം. ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് അതിനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ വേണമെങ്കിലും ആക്കാനുള്ള അനുവാദം ദൈവത്തിന് കിട്ടുന്നു. അതുവഴി നിങ്ങളുടെ ശക്തിക്ക് അതീതമായ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം അനുവദിക്കില്ലെന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. പിശാച് പ്രലോഭിക്കുന്നത് നമ്മെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ദൈവം നമ്മൾ പരീക്ഷയിൽ ജയിച്ചു കാണുന്നുള്ള ആഗ്രഹത്തിലാണ്. ദൈവം ഒരു വ്യക്തിയെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുമ്പോൾ ആ വ്യക്തി പുതിയ ഒരു ഉയർന്ന തലങ്ങളിലേക്ക് ആ വ്യക്തിയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത്. ദൈവം ഇടുന്ന പരീക്ഷയിൽ പല അവസരത്തിൽ സാത്താനെയും ഒരു പരീക്ഷകനായിട്ട് കടന്നു വരാനായിട്ട് ദൈവം അനുവദിക്കും. ഈ പരീക്ഷ സമയത്തെല്ലാം ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് ദർശനം നൽകുകയും അതിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും എബ്രാസമയ്ക്ക് ലഭിച്ചതെന്ന് നമുക്ക് ആ കത്തുകളിൽ വായിക്കാനായിട്ട് സാധിക്കും. എബ്രാസമ തന്നെ സ്വന്തം പോരാട്ടം വഴിയും പിശാചിനെ തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും പിശാചുകൾ വഴി ഒത്തിരി പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ ദൈവം ആ പോരാട്ടത്തിൽ നമ്മെ എതിർത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥന വഴിയും മറ്റ് കൃപാവരകൾ വഴിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപകൾ വഴിയും നമ്മൾ പൈശാചിക ശക്തികളെ കീഴടക്കണമെന്നാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവം നേരിട്ടൊരിക്കലും പിശാചുകളെ ആക്രമണത്തിൽ നിന്ന് നമ്മെ കീഴ്പ്പെടുത്താനായിട്ട് നമ്മെ രക്ഷിക്കാനായിട്ട് ദൈവം നേരിട്ടിടപെടുന്നില്ല. നമ്മുടെ പരിശ്രമവും ജീവിതവും വഴിയും തിന്മയുടെ രൂപിയെ കീഴടക്കണമെന്നാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എബ്രാസമയ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ അടിയുറച്ചുകൊണ്ടുള്ള ക്രിസ്തീയമായ ജീവിതം എബ്രാസമ നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്നതാണ് എൻ്റെ പരമമായ ആഗ്രഹമെന്ന് വിട്ടലകലാതെ ദൈവത്തോട് ചേർന്നിരുന്നു. പ്രാർത്ഥനയുടെ ലാവണ്യം കൊണ്ട് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തി ജീവിതമാണ് എബ്രാസമ നയിച്ചിരുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു എബ്രാസമ.
ദൈവഗീതം അനുവർത്തിക്കാൻ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാസമ ആഗ്രഹിച്ചു. ദൈവഗീതം അനുനിമിഷം എന്നിൽ നിറവേറ്റണമെന്ന് പ്രാസമ പ്രാർത്ഥിക്കുകയും അത് നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രാസമ. തൻ്റെ ദൈവവിളിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയും കുറച്ച നിലനിൽപ്പിന് വേണ്ടിയും പ്രാസമ ഒത്തിരി കഷ്ടപ്പെടുകയും ഓരോ തരത്തിൽ ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്ത വ്യക്തിയാണ് പ്രാസമ. പ്രതിസന്ധികളെ തരണം ചെയ്ത് 55 കൊല്ലം സന്യാസ ജീവിതത്തിൽ ജീവിച്ച് വിശുദ്ധയായി മരിച്ച ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രാസമ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് ജീവിതം ഒരു ബലിയായി മാറ്റി. പ്രാസമ തൻ്റെ ജീവിതം മുഴുവനും ഒരു ബലിയാക്കി മാറ്റി. വിശുദ്ധി എന്നത് നാം എല്ലാവരും പ്രാപിക്കേണ്ട ഒരു ലക്ഷ്യമാണ്. ദൈവം ഐക്യത്തിൽ ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അത് സമ്പൂർണ്ണമായൊരു സമർപ്പണമാണ്. മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ നാം എല്ലാവരും സ്വയം സമർപ്പിച്ച വ്യക്തികളാണ്. നമ്മളോരോ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ വിരോചിതമായ ക്രിസ്തീയ സുഹൃത്തുക്കൾ അഭ്യസിച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച് അവരാണ് വിശുദ്ധരെന്നറിയപ്പെടുന്നത്. അതേപോലെ നമ്മളും മാമോദീസയിൽ ദൈവൈക്യത്തിൽ ജീവിക്കാനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യേശുവിനെ സ്നേഹനാഥനായി വരിച്ച പ്രാസമിക്കുകയും ദൈവം ഒരു സങ്കല്പമായിരുന്നില്ല, ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രാസമിക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ചെയ്ത് തീർന്ന ഒരു ക്രിസ്തുവിനെയല്ല പ്രാസമ കണ്ടിരുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് പ്രാസമ വിശ്വാസത്താൽ കണ്ടത്. എന്നെ സ്നേഹിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന യേശുവിൻ്റെ വചനം വിശ്വാസത്തിലെ പ്രാസമ രൂഢമൂലമായി തീർന്നു. ഈശോ എന്നിൽ ജീവിക്കുന്നു, എന്നെ പ്രാർത്ഥന തുല്യം സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഈശോയ്ക്ക് വിരോധമായ ഇതൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലെന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിതം മുഴുവനും ജീവിച്ചവളാണ് വിശുദ്ധ പ്രാസമ. അന്തരാത്മാവിൽ സംഗീതനായിരുന്ന ക്രിസ്തുവിനോട് സംസാരിക്കാൻ പ്രാസമയ്ക്ക് കഴിഞ്ഞിരുന്നു. ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്നത്. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു ശാസ്ത്രവും പഠിച്ചിട്ടല്ല. ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്കും ഇതേപോലെ സാധിക്കണം. പ്രാസമയുടെ ജീവിതം ഒരു സഹനത്തിൻ്റെ ഒരു ശൃംഖല തന്നെയായിരുന്നു. സഹനത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ആവലാതി പറയുന്നതായിട്ട് പ്രാസമയ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. തൻ്റെ ദൈവനാഥൻ എനിക്ക് വേണ്ടിയും എത്രമാത്രം സഹിച്ചു എന്ന ജീവിതത്തിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. അനുസരണത്തെ സന്തോഷമാക്കി പകർത്തിയ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹ ചൈതന്യം അതിൻ്റെ ഒരാവശ്യ ഘടകമാണ്. മറ്റുള്ളവരുടെ ആപത്തുകളിൽ, അവരുടെ ആവശ്യങ്ങളിൽ, വേദനകളിലെല്ലാം നമ്മുടേതായി വിചാരിച്ച് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നന്മ വരുന്നതിനെ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനത്തിൻ്റെ ഒരു കൂദാശയാക്കിയിട്ട് തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രാസമ ഒഴുക്കിനെതിരെ നീണ്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒഴുക്കിനെതിരെ നീണ്ടുക എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടിലേക്കുള്ളൊരു എടുത്തുചാട്ടമാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല. ജീവിതത്തിൽ സുരക്ഷിതത്വം വലയമോ ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ. ഒഴുക്ക് 2 തരത്തിൽ നിന്നും ഭാഗ്യമായ രീതിയിലുള്ള ഒഴുക്ക്, ഒന്ന് ആന്തരികമായ രീതിയിലുള്ള ഒഴുക്ക്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുകൊണ്ട്
തിന്മയുടെ ഇതൊക്കെ ഒഴുക്ക്, സുഖത്തിൻ്റെയൊക്കെ അരൂപിലുള്ള ഒഴുക്കാണ് ഒന്നാമത് പറയുന്നത്. ആന്തരികമായ ഒഴുക്ക് എന്ന് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒഴുക്ക്, സ്വാർത്ഥത, നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത, അഹങ്കാരം, ദുരാഗ്രഹം, സുഖേച്ഛ ഇവയ്ക്കെതിരായിട്ടുള്ള നമ്മൾ ജയിച്ചെടുക്കാനുള്ള പ്രവണതയാണ് ആന്തരികമായ രീതിയിലുള്ള ഒരു ശക്തി നമ്മൾ ആർജിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാവശ്യം ജീവിതത്തിലെ ആന്തരിക ഒഴുക്കിനെതിരെ, തിന്മയ്ക്ക് ശക്തികൾക്കെതിരെ തപസ്സിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നീന്തി ജീവിതത്തിൻ്റെ വിജയത്തിലെത്തിച്ചേർന്ന വ്യക്തിയാണ് പ്രാസിമ. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കണം, നാശത്തിൻ്റെ വഴി വീതിയുള്ളതാണെന്നുള്ള വചനത്തിൽ നാം കാണാൻ സാധിക്കും. അങ്ങനെ സ്ഥലത്തിൻ്റെയും കുരിശിൻ്റെയും മാർഗത്തിൽ യേശുവിൻ്റെ മാർഗം അതായിരുന്നു. ആ മാർഗത്തിൽ പ്രാസമ തൻ്റെ ജീവിതപാതയാക്കി തീർത്തു. എൻ്റെ ക്ലേശങ്ങളിലും ജീവനാഥനെ കാഴ്ചവെപ്പിച്ചുകൊണ്ട് പ്രാസമ സമർപ്പണം, തപസ്, എളിമ എന്നിവ നിറഞ്ഞ ആത്മീയ സൗധങ്ങൾ കെട്ടിപ്പൊക്കി. പ്രാസമയ്ക്ക് ആന്തരിക സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രാസമ. പൂർണ്ണമായ സമർപ്പണത്തിലൂടെ, കഠിനമായ തപസ്സിലൂടെ, ആഴമായ പ്രാർത്ഥന അനുഭവത്തിലൂടെ, ഇടുങ്ങിയ പാതയിലൂടെ പ്രവേശിച്ച് സൃഷ്ടാവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ തിരുവിഷ്ടം ഈ ലോകത്തിൽ എന്നിൽ നിറവേറണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു പ്രാസമ. കന്യാമഠത്തിൻ്റെ മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഈശോയ്ക്കും സമൂഹത്തിനും ചുറ്റുമുള്ള ജനങ്ങൾക്കുമായി ജീവിതം പ്രശസ്തി ആഗ്രഹിക്കാതെ അജ്ഞാതമായി ജീവിച്ച വ്യക്തിയായിരുന്നു പ്രാസമ. ദൈവം തന്നെ കൈവിട്ടു എന്നുള്ള തോന്നലുള്ള അവസരങ്ങളിൽ, പരീക്ഷണങ്ങളെല്ലാം ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറണമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പോലെ ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തിൽ വിശ്വാസത്തിൽ മുന്നേറാനായിട്ട് പ്രാസമയ്ക്ക് സാധിച്ചു. പ്രാസമയിൽ നമ്മൾ കാണുന്ന ഓരോ ഗുണങ്ങളും ദൈവത്തിൽ ഉള്ള അടിയുറച്ചുള്ള ഒരു ആശ്രയബോധം പ്രാസമയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സഹജനരോടുള്ള ആത്മീയമായ സ്നേഹ, ആത്മാർത്ഥമായ രീതിയിലുള്ള സഹജ ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ ജീവിത സ്നേഹം പ്രാസമയ്ക്ക് ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സുഖം നൽകാൻ വേണ്ടിയും അർപ്പിക്കപ്പെട്ട ജീവിതം ആയിരുന്നു. തൻ്റെ രോഗങ്ങളും വേദനകളിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയും മറ്റുള്ളവർക്ക് സുഖം പകരാനായിട്ട് തൻ്റെ പെരുമാറ്റവും വാക്കും പ്രവൃത്തിയുമെല്ലാം പ്രാസമ രൂപപ്പെടുത്തി. പ്രാസം വലിയ വലിയ കാര്യങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒന്നും തുടങ്ങിയതോ പ്രവർത്തിച്ചുള്ളതായിട്ട് നാം കാണുന്നില്ല. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സമൂഹം പരിഷ്കർത്താങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രാസം തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ജീവിതത്തിൽ ചെയ്തു എന്നുള്ള വിജയരഹസ്യമാണ് പ്രാസമയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. ആരുമില്ലാതെ വിഷമിച്ചിരുന്ന ഒരു അന്നംകുട്ടി എന്ന ഒരു അനാഥ കുട്ടിയെ ലോകത്തിൽ ശുശ്രൂഷിക്കുന്ന പ്രാസമയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ മണലൂർ മഠത്തിലെ ഒരു പകർച്ചവാദിയും പടർന്ന് പിടിച്ചപ്പോൾ അവരെ ശുശ്രൂഷിക്കാനായിട്ട് ആ മഠത്തിൽ 2 ആഴ്ചയോളം പോയി മറ്റുള്ളവരെ ശുശ്രൂഷിച്ച വ്യക്തിയായിരുന്നു പ്രാസമ. വലിയ ആ സംഭവങ്ങളൊന്നും പ്രാസമ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. നിസ്സാര എന്ന് തോന്നുന്ന കാര്യങ്ങൾ
വലിയ സ്നേഹത്തോടും അമൂല്യമായ ദൈവചിന്തയോടെ ഏപ്രാസമ നിർവഹിച്ചു. സ്വയം മറന്ന് നിസ്വാർത്ഥമായും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിച്ച വ്യക്തിയാണ്. 54 വർഷത്തോളം ഏപ്രാസമ 48 വർഷവും ഉല്ലൂർ മഠത്തിൽ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് നിസ്വാർത്ഥമായിട്ടാണ്. യേശുവിൻ്റെ ശിഷ്യരുടെ അടയാളം മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഏപ്രാസമ തൻ്റെ ജീവിതത്തിൽ ഈശോയുമായി ഒന്നായി തീരാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. അതുപോലെ ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് അവരെ ഏപ്രാസമ സ്നേഹിച്ചു. ഏപ്രാസ് തൻ്റെ സമൂഹത്തിലുള്ളവരെയും താനുമായി ഇടപഴകിയ എല്ലാ വ്യക്തികളെയും ദൈവജനത്തെയും അവരായിരിക്കുന്ന വിധത്തിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഏപ്രാസമ. അതേപോലെ നമ്മോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ തിരുവിഷ്ടം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് മാത്രമേ നമ്മുടെ ജീവിതവും സ്വർഗരാജ്യത്തിന് പ്രവേശിക്കാൻ പറ്റിയ രീതിയിലുള്ള ജീവിതമായി തീരുകയുള്ളൂ. ദൈവവചനത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയബോധത്തിൽ ദൈവവിശ്വാസത്തിൽ ദൈവവചനത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മീയ സൗധം പൂർണ്ണതയിലേക്ക് വളരുകയുള്ളൂ. ദൈവത്തിന് പ്രത്യുത്തരം നൽകാനായിട്ട് ഏപ്രാസമ പരിശ്രമിച്ചു. ദൈവഹിതം എപ്പോഴും ഏപ്രാസമ നിറവേറ്റി. വചനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ വചനം പ്രത്യസ്തമാക്കി തൻ്റെ ഹൃദയത്തിൽ വായിച്ച് ആ വചനം ലോകത്തിന് പ്രകാശനം ചെയ്ത എളിയവരിൽ എളിയവരായി ജീവിച്ച പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം മഹോന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ ആരാലും അറിയപ്പെടാതെ മതിലുകെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ച ഏപ്രാസമയെ ദൈവം എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയായ ഉന്നത സ്ഥാനത്തിലേക്ക് ഏപ്രാസമയെ ഉയർത്തിയ ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാർത്ഥന എന്ന പ്രേക്ഷിതത്വം തന്നെയായിരുന്നു ഏപ്രാസമയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. പ്രാർത്ഥന എന്ന അച്ചുതണ്ടിൽ ജീവിതം നയിച്ച വ്യക്തിയാണ് ഏപ്രാസമ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ താൻ നിരന്തരം നിൽക്കുന്നെന്ന ബോധ്യത്തിൽ ആത്മാവിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഏപ്രാസമ. നവസന്യാസിമാരുടെ ഒരു ഗുരുനാഥിയായിട്ടും 9 വർഷക്കാലം ഏപ്രാസമ ശോഭിച്ച ആ സമയത്ത് നവസന്യാസിയിലെ വിശുദ്ധി മാത്രമായിരുന്നു ഏപ്രാസമയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. ആ വിശുദ്ധിക്ക് വിട്ടുവീഴ്ച വരുത്താനായിട്ട് ഒരിക്കലും ഏപ്രാസമ വളരെ കർശനമായി അതിന് തെറ്റുപറ്റി കഴിഞ്ഞാൽ കർശന ഭാവത്തോടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന ഒരു അമ്മയായിരുന്നു ഏപ്രാസമ. സാധനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിൽ പതറിപ്പോകുന്നതായിട്ട് നമ്മൾ തീരും. എന്നാൽ സ്ഥാനത്തിൽ നിന്ന് വിട്ടുമാറി ജീവിക്കാനാണ് നമുക്ക് ഓരോരുത്തർക്കും വളരെ താല്പര്യം. വിശുദ്ധി മനുഷ്യനെ ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കും. പൂർണ്ണമായും സ്വന്തം ജീവിതത്തെയും വ്യക്തിത്വത്തെയും ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.
വിനയം അഭ്യസിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സുഹൃത്തുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണത മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ലഭിക്കണമെന്നും സ്വന്തം വ്യക്തിത്വത്തെ മറ്റുള്ളവർ മാനിക്കണമെന്നുമുള്ള അഭിലാഷമാണ് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് എല്ലാ വ്യക്തികളെയും. അങ്ങനെയായാൽ നമുക്ക് ഒരിക്കലും എളിമെന്ന സുഹൃത്ത് സ്വന്തമാക്കാനായിരിക്കും നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയെ ആകർഷിക്കുന്ന പുണ്യം എളിമയാണ്. ആരൊക്കെ അവഗണിച്ചാലും അതിനെക്കുറിച്ചൊരു പരിഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എപ്രാസമിക്കുണ്ടായിരുന്നില്ല. സ്നേഹത്തിലുള്ള സേവനമാണ്. എപ്രാസമ തൻ്റെ ജീവിതത്തിൽ